നരകം ഞാൻ ഇത്ര നേരം അതിന്റെ ഭയാനകത പറഞ്ഞു. നരകത്തിൽ കടക്കണമെങ്കിൽ വൻകുറ്റം തന്നെ വേണമെന്നില്ലെന്ന് പറഞ്ഞു. ഇനി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അല്ലാഹുവിനെ പേടിച്ച് കരയൽ, റബ്ബിനെ പേടിച്ച് കരയൽ നരകത്തിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു എളുപ്പ വഴിയാണ്. കണ്ണിന്ന് കണ്ണീര് വരണം. റബ്ബിനെ പേടിച്ച് കണ്ണിന്ന് കണ്ണീര് വരണം. ആ കണ്ണീരിന് ഭയങ്കര വിലയാണ്. നരകത്തിന്റെ അഗ്നിയെ അമർത്താൻ പറ്റിയ പവറാണ്. നരകാഗ്നിയെ അമർത്താനുള്ള കെൽപ്പുണ്ടതിന്. അതിഗുരുതരമായ നരകാഗ്നിയെ കണ്ണുനീര് നിഷ്പ്രഭമാക്കുമെന്ന് ഖാല റസൂലുള്ളാഹി ലൻ യലിജൻ നാറ റജുലുൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുള്ളവരില്ലേ, അവര് നരകത്തിലില്ലെന്ന് ഖാല റസൂലുള്ളാഹി. പതിവായി ഒരു സമയം നമ്മൾ അതിന് കണ്ടെത്തണം. ഓരോ രാത്രിയിലും ഉറങ്ങുന്നതിന്റെ മുമ്പ് ആ ഒരു സമയം, ഒരു മിനിറ്റെങ്കിലും പടച്ചവനെ എന്നെ നീ നരകത്തിൽ ഇടല്ല അല്ലാഹ്. ഞാൻ തെറ്റുകാരനാണ്, ഞാനൊരു കുറ്റവാളിയാണ്, ഒരുപാട് അബദ്ധങ്ങളും അപാകതകളും വന്നവനാണ്. നീ എന്നോട് ഗൗരവമായി നിൽക്കല്ലേ, എന്നോട് കർശനമായി പെരുമാറല്ലേ. നീ എന്നോട് കർശനമായി പെരുമാറിയാൽ ഞാൻ പരാജയപ്പെട്ടു പോകും അല്ലാഹ്. അങ്ങനെ സങ്കടപ്പെട്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരൊലിച്ചു കിട്ടിയാൽ അത് നരകത്തിനെ പ്രതിരോധിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. സിമ്പിളായ കാര്യമാണ്, പക്ഷേ നടന്നു കിട്ടണം. കരയുന്ന കണ്ണുകൾ കുറഞ്ഞുപോയി. കരയുന്ന കണ്ണുകൾ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട്, മഹാനായ പെരുമുഖം കോയ ഉസ്താദ്, അള്ളാഹു അവരുടെ ദറജകൾ ഉയർത്തിക്കൊടുക്കട്ടെ. മഹാനോര് ഒരു വഅദിന് വന്നാൽ, പെരുമുഖം ഉസ്താദ് ഒരു വഅദ് പറഞ്ഞാൽ, ആ വഅദിന്റെ സദസ്സിൽ നിസ്കാരം ഖളാ ആക്കുന്നതിന്റെ ഗൗരവം കുറച്ചു നേരം പറയുമ്പോഴേക്കും സദസ്സിന്റെ ഒരു തരയിൽ നിന്ന് കരച്ചിൽ തുടങ്ങും. നിസ്കാരം നഷ്ടപ്പെട്ടവരുടെ മുറവിളി തുടങ്ങും. വ്യഭിചാരത്തെ കുറിച്ച് പറയുമ്പോഴേക്ക് സ്ത്രീകളുടെ പക്ഷത്തു നിന്നും പുരുഷന്മാരുടെ പക്ഷത്തു നിന്നും തെറ്റ് ചെയ്തവർ ഉറക്കെ കരയുന്ന സദസ്സ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനത്തെ സദസ്സ് ഇപ്പൊ അടുത്തോടെ നിങ്ങൾ കണ്ടുക്കണം. ഇല്ലല്ലോ, അങ്ങനത്തെ കേൾക്കാനേ ഇല്ല. പറയുന്ന ആൾക്ക് തീരെ കണ്ണീരില്ല, പിന്നെ കേൾക്കുന്നവന്റെ കാര്യം പറയാനുണ്ടോ? ഒന്നുമില്ല. എല്ലാരും അങ്ങനെ പറയണ, മറ്റാൾ കേൾക്കുന്നു മാത്രം. കരച്ചിൽ എന്നത് എടുത്തുപോയി. പടച്ചോനെ പേടിച്ച് കരച്ചിൽ കുറഞ്ഞുപോയി. അത് മാറണം. സങ്കടപ്പെടണം. പടച്ചവനെ നീ എന്നോട് പൊറുത്തില്ലെങ്കിൽ പിന്നെ ആര് പൊറുക്കും അല്ലാഹ്. അങ്ങനെ നിത്യം കരയുന്ന മഹാന്മാരുണ്ടായിരുന്നു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് 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 മഹാനവറുകളുടെ മുഖത്ത് അടയാളങ്ങൾ ഉണ്ടായിരുന്നു, കണ്ണീരൊലിച്ചിട്ടുള്ള അടയാളം. ഫീ ഖദ്ദി സിദ്ദീഖിൻ മിനൽ ഖുലഫാഇ ഖത്താനി അസ്വദാനി മിൻ ബുകായി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞ് കരഞ്ഞ് കണ്ണിന് താഴെ വരകൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഫീ ഖദ്ദി ഫാറൂഖിൻ മിനൽ ഖുലഫാഇ ഖത്താനി അസ്വദാനി മിൻ ബുകായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിന് താഴെയും അടയാളമുണ്ടായിരുന്നു. എന്തിനേറെ മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്തൊളി മുത്തുകരഞ്ഞില്ലേ, സ്വർഗത്തിന്റെ ഉദ്ഘാടകനല്ലേ, സ്വാദിഖുൽ മസ്ദൂഖല്ലേ. മഹാനോരും കരഞ്ഞ് താടിരോപങ്ങൾ നനഞ്ഞില്ലേ. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ കരഞ്ഞ് താടി നനഞ്ഞില്ലേ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം കരഞ്ഞിട്ട് മഹാനവറുകളുടെ പരിസരത്ത് വലിയ മരങ്ങൾ വളർന്നിരുന്നു. മഹാനവറുകളുടെ മുസല്ലക്ക് സമീപത്ത് വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അവരൊക്കെ കരയുകയാണ്. സുഹൃത്തെ, നീ കാണുന്ന പോത്തുകൾ കരയുന്നു,
എരുമകൾ കരയുന്നു, പശുക്കൾ കരയുന്നു, എല്ലാവരും കരയുകയാ ചെയ്യുന്നത്. പക്ഷേ നീയോ ബുദ്ധിയുള്ള തന്റെ ഇടമുള്ള ബോധോദയമുള്ള നിനക്ക് കണ്ണീര് വരുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അതിനാൽ കണ്ണീരിന്റെ മഹത്വം മനസ്സിലാക്കണം. എന്നും കരയാൻ കഴിയുന്നവർ അങ്ങനെ കരയാം. ഇനി അതൊന്നല്ല, ആഴ്ചയിൽ ഒരു ദിവസം കരയാൻ കഴിയും, എന്നാ കരയണം. ആഴ്ചയിൽ ഒരു ദിവസം കരയാനായിട്ട് കണ്ടെത്തുക, പടച്ച റബ്ബിനെ കുറിച്ച് ഓർത്ത് കരയാ. അങ്ങനെ കരയുന്നവർക്ക് അർശിന്റെ തണലുണ്ട്, അവര് നരകത്തിരില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി രണ്ടാമത്തെ പ്രതിരോധം, നരകത്തെ തൊട്ടുള്ള പ്രതിരോധം, അത് നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങളാണ്. സ്വതക്കകൾക്ക് നരകത്തെ പ്രതിരോധിക്കാൻ കഴിയും. സ്വതക്കകൾക്ക് നരകത്തെ പ്രതിരോധിക്കാൻ കഴിയും. അത് കയ്യിൽ കാശുള്ള ആളുകൾ ചെയ്താൽ മതി. ഇനിയിപ്പൊന്ന് പോയിട്ട് ലോൺ എടുത്തിട്ട് സ്വതക്ക ചെയ്യാൻ നിൽക്കരുത് എന്ന് കൂടി ഇടക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. സ്വതക്ക സുന്നത്താണ്, കല്യാണത്തിന് ഭക്ഷണം കൊടുക്കൽ സുന്നത്താണ്, പക്ഷെ ലോൺ എടുത്ത് കൊടുക്കൽ ഹറാമാണ്. അങ്ങനല്ലേ ഏകദേശ കല്യാണത്തിന്റെ ഭക്ഷണത്തിന്റെയും സ്ഥിതി? പോകാൻ തന്നെ പേടിയാണ്. കുടിരിക്കൽ എന്ന് വന്നു നോക്കുമ്പോൾ ആ വീട്ടിൽ കൊണ്ട് അവിടെ നമുക്ക് മങ്കൂസ് മൗലിദ് ഓതാനാ ഉസ്താദിനെ വിളിക്കുന്നത്. എന്നാൽ ഉസ്താദ് വന്നാ ഇരിക്കുന്ന സോഫയോ അത് ലോൺ എടുത്ത് വാങ്ങിയതാണ്. എന്നിട്ടോ മൗലിദിനൊരു കുറവുമില്ല. ഇതാണ് കഥകൾ. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, മോമിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് സ്വതക്ക കൊണ്ട് നരകത്തെ പ്രതിരോധിക്കാം.